അറിഞ്ഞോ കൂട്ടുകാരെ, കള്ളന്റെ രാധത്താത്ത, കള്ളനല്ല കേട്ടോ, കണ്ണന്റെ രാധത്താത്ത ഒളിവിലാന്ന്. അയ്യോടി, നീ ഒളിച്ചോടിയാ? ഞാൻ വരുമ്പോ കാണാൻ അവിടെ ആള് വേണ്ടേ? നീ വെല്ലുവിളിച്ചല്ല എൻ്റെ മോനെയും കൊണ്ട് വന്നാൽ അവിടെ നിൽക്കാമെന്ന്. നീ പോലീസ് സ്റ്റേഷനിലോട്ട് വാ. നീ ധൈര്യമുള്ളവളാണെങ്കിൽ, കൂറ മജീദിന് ജനിച്ചവളാണെങ്കിൽ നീ വാടി. ഞങ്ങൾ എന്തായാലും കോഴിക്കോട് തന്നെയുണ്ട്. നിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല, കൊച്ചു കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. പലരും ചോദിച്ചൊരു കാര്യമാണ്, എന്താ തത്ത മറുപടി പറയാത്തെന്ന്. എടോ, എൻ്റെ കുട്ടി ചെയ്യാത്തൊരു കുറ്റത്തിനെ പറ്റി ഒരാൾ പറയുമ്പോൾ അതിനെതിരെ കേസ് കൊടുക്കുക എന്നതിനപ്പുറം മറുപടി ഞാൻ എന്ത് പറയാൻ? എനിക്ക് എങ്ങനെ അറിയത്തില്ല. എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലോ ഉള്ള ഒരാൾ ഒരു കാരണവശാലും ചിന്തിക്കാൻ പോലും സാധ്യതയില്ലാത്ത ഒരു സ്ഥാപനമാണ് ഇത്. വിളിച്ചോണ്ടിരിക്കുന്നത് കണ്ട ഏതെങ്കിലും ഓറൽ സെക്സിന് താല്പര്യമുള്ളവർ അവളെ അപ്രോച്ച് ചെയ്യുമെന്നതിനപ്പുറം ഏതെങ്കിലും ബോധമുള്ള ആണുങ്ങൾ ഇവളെ കൂടെ പോകുമോ? സംസാരിക്കാൻ പോയിട്ടും നോക്കാൻ പോലും പോകത്തില്ല. നിങ്ങൾ അവളുടെ കമന്റ് സെക്ഷൻ പോയി നോക്കുക, എന്തൊക്കെ വൾഗറിസമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ആളുകൾ, ഇവളെ കൊണ്ടുള്ള ശല്യം സഹിക്കാതെയാണ് ആളുകൾ കമന്റ് എഴുതി വെക്കുന്നത്. അവളതൊന്നും കാണാത്ത കണക്ക് വീണ്ടും തന്നെ ഞഞ്ഞാ മുന്നാന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. രഘുവിനെ പോലുള്ള കിളവന്മാർക്ക് അട്രാക്ഷൻ തോന്നും. കാരണം സുനാ പൊങ്ങാത്തവന്മാർക്ക് ഓറൽ സെക്സിന് ഓക്കെയാണ് അവള്, അല്ലാതെ വേറെ എന്താ പ്രയോജനം? പിന്നെ എൻ്റെ കുട്ടിയുടെ കാര്യം പറയുന്നത്, ഇന്ന് വരെ നാളിതുവരെ ഇത്രയും പ്രായമായിട്ട് അവൻ്റെ പേരിൽ ഒരു പെണ്ണ് കേസ് ഇതുവരെ ഇല്ല. അവൻ്റെ കൂടെ പഠിച്ച കുട്ടികളോ അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരോ എൻ്റെ സഹോദരൻ്റെ മക്കളോ ഒന്നും തന്നെ അവനെ പറ്റി ഒരു മോശം അഭിപ്രായം ഇന്നവരെ പറഞ്ഞിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് സൂചന പോലും ഉണ്ടെങ്കിൽ ഞാനത് ഏറ്റു പറയും, അതെ എൻ്റെ കുട്ടി അങ്ങനെ തെറ്റ് ചെയ്തെന്ന്. പിന്നെ സെക്കൻഡ് മാരേജ് കാര്യം, ഇത് ഫിജോ എഴുതി കൊടുത്ത, ജാമിദയും ഫിജോയും കൂടെ എഴുതി കൊടുത്ത പ്രീ പ്ലാൻഡ് ഐറ്റമാണ്. ഒരാളുടെ കുട്ടികളുടെ അവഹേളിക്കുമ്പോൾ ഒരാളെ തളർത്താൻ കഴിയുമെന്നുള്ള ഒരു ധാരണയാണ് അവർക്കുള്ളത്. കുഞ്ഞുങ്ങൾ നിങ്ങൾക്കും ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകണ്ട. എൻ്റെ മക്കൾ എന്തായാലും ഒരുപാട് ബ്ലെസ്ഡ് ആണ്. എൻ്റെ മക്കളായി ജനിക്കാൻ സാധിച്ചാൽ അവർ ഒരുപാട് അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ 2 ജന്മങ്ങൾ, ഫിജോയുടെ കാര്യം എടുക്കുക, തട്ടിപ്പുകാരിയാണ്. ഒരു തട്ടിപ്പുകാരി സ്ത്രീയുടെ മക്കളായി ജനിക്കേണ്ടി വന്ന ആ കുഞ്ഞുങ്ങളുടെ ഗതികേട് ആലോചിച്ച് നോക്കിയാണ് സമൂഹം അവരെ ഏതൊക്കെ രീതിയിൽ ഒറ്റപ്പെടുത്തും എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. ഇനി എന്ത് പുളിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ട് വെച്ചാലും നാക്ക് പിഴവിനല്ലല്ലോ അവളെ പോലീസ് പിടിച്ചത്, മോഷണ കുറ്റത്തിനല്ലേ. മറ്റുള്ളവരുടെ പണം മോഷ്ടിച്ചതിനാണ് പോലീസ് പിടിച്ചിട്ടുള്ളത്. അവൾ കാരണം എത്ര പേർക്കാണ് ജീവഹാനി വന്നിട്ടുള്ളത്, എത്ര പേരാണ് അപമാനിതരായിട്ടുള്ളത്. അവരുടെയൊക്കെ ശാപം വെറുതെ വിടുമോ? തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന 2 കുട്ടികളെ വെച്ച് കമ്പാരിസൺ പോലും നടത്താൻ പറ്റാത്ത 5 ശവങ്ങളാണ് അവളെ കൂടെ ഉള്ളത്. അതവിടെ നിൽക്കട്ടെ. ജാമിദയുടെ കേസ് എടുക്കാം. ജാമിദ പറയുന്നത് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? ഞാൻ A-Z തെളിവ് ഉൾപ്പെടെയാണ് ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. ആ സ്ത്രീ എഴുതി കൊടുത്തതാണ് ഈ പെണ്ണുമ്പുള പറയണേന്നുള്ളത് കൃത്യമായിട്ട് തെളിവ് ഉൾപ്പെടെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം വൾഗറായി എനിക്ക് പിന്നാലെ നടന്ന് എന്നെ ആക്രമിക്കുന്ന ഇവറ്റകൾക്ക് ഇങ്ങനെ തന്നെ കിട്ടേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ ഇതിന് ഞാൻ മറുപടി പറയാൻ പോയാൽ, നമ്മളിപ്പോൾ ഒരു കേസ് കൊടുക്കാമെന്ന് വയ്ക്കാം. ഈ കേസിൽ 2 ഭാഗവും പോലീസ് കേൾക്കും, കോടതിയും കേൾക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു മറുപടിയാണ് അപ്പുറത്തുനിന്ന് വന്നതെങ്കിൽ ആ കേസ് എടുക്കില്ല. അതേസമയം അഥവാ അങ്ങനെ ഒരു കേസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് എതിർവാദമുണ്ട്. ആ എതിർവാദത്തിൽ എന്നെ മോശം പറഞ്ഞതായിട്ടുള്ള റെക്കോർഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊടുത്ത വാദത്തിന് യാതൊരു മൂല്യവും ഉണ്ടാവത്തില്ല. കേസ് തട്ടിപ്പോവും. കാരണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരും പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ആണ്. പിന്നെ ഞാൻ അതിനകത്ത് എന്താ നാണാക്കിട്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ പറയാൻ പോയെ? നിങ്ങൾ പറഞ്ഞു, അവരും പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കോടതിയിലേക്ക് പോകുമ്പോൾ എൻക്വയറീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഈ സ്ത്രീ നിരന്തരമായിട്ടിരുന്നു കൊണ്ട് ഓരോ മനുഷ്യരെ അവഹേളിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. പല രീതിയിൽ, പല വൃത്തികെട്ട രീതിയിലാണ് ഓരോരുത്തരെയും പറയുന്നത്. അവളെ പറ്റി മോശം പറയുന്ന കമൻസിനെ എടുത്തു വെച്ച് പറയുന്നതെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. പിന്നെ നോക്കുമ്പോൾ ഒരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞാൽ പോലും, ഇപ്പോൾ ദൈവത്തിനെ കളിയാക്കുമ്പോൾ അപ്പോൾ അവർക്ക് അവരവരുടെ വിശ്വാസം ഉണ്ടാവില്ല. ഇപ്പം നമ്മളുടെ ഒരു വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിന് ഒരാൾ അവഹേളിക്കുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാനായിട്ട് പലർക്കും തോന്നും. ആ ചോദ്യം ചെയ്യലിനെയാണ് അവരുടെ കുട്ടികളില്ലായ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്നത് കണ്ടത്. എന്തോരം മോശമുണ്ടെങ്കിലാണ് കുഞ്ഞുങ്ങളുള്ള ഒരു സ്ത്രീ ഇരുന്നു കൊണ്ട് മറ്റൊരാൾ മച്ചി മലടി എന്നൊക്കെ പറയുക. വളരെ വൾഗറായ ഭാഷയിൽ അതിഭീകരമായിട്ടാണ് ആ പെൺകുട്ടിയെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും ഇതൊക്കെ ഫലിക്കുക കുഞ്ഞുങ്ങൾക്കാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പോകും. നമ്മൾ ചെയ്യുന്ന തിന്മകളും നമ്മുടെ കുഞ്ഞുങ്ങൾ മൂലം നമ്മൾ കാണേണ്ടി വരും. നമ്മൾ അനുഭവിച്ചേ പോകുള്ളൂ എന്നുള്ളതാണ് ഇത് കർമ്മയാണെങ്കിലും ഇനി ദൈവവിശ്വാസമാണെങ്കിലും അതാണ് വഴി. അപ്പോൾ ഈ സ്ത്രീ ചെയ്ത തെറ്റുകളൊക്കെ തന്നെ ആ രീതിയിലാണ്. ഇനി ഞാൻ പറഞ്ഞ് മുൻപോട്ട് വെച്ച സലീമിൻ്റെ കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാര്യ നാട്ടിലുണ്ട്, ആ സ്ത്രീക്ക് നിരന്തരം ഇതുപോലുള്ള അപകടങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഭർത്താവല്ലേ ഉത്തരവാദി? അവൻ നാട്ടിൽ വരണ്ടേ? അത് മാത്രവുമല്ല, മഹല്ല് കമ്മിറ്റിയാണ് ഞാൻ മീറ്റ് ചെയ്യാൻ പോയത്. അവൾ പറഞ്ഞു ഞാൻ ജാമിദയെ കാണാൻ പോയി.
ഞാൻ മഹല്ല് കമ്മിറ്റി തോറുമാണ് പോയി. ഞാൻ ഒരു ജാമിദയും കാണാൻ പോയില്ല, ഒരു ജസ്റ്റിനെയും കാണാൻ പോയില്ല, ആരെയും വിളിക്കാൻ പോയിട്ടില്ല, ഒരാളെയും ഞാൻ പേഴ്സണൽ കോണ്ടാക്ട് ഇല്ല. എൻ്റെ ഒരു കാള് ഈ സ്ത്രീക്ക് പോയതുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ചാനൽ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഞാൻ എന്ത് വേണോ ചെയ്യാം. എൻ്റെ ഒരു കാള് ജസ്നയ്ക്ക് എൻ്റെ ഫോൺ നമ്പറിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. നുണ പറയുന്നവരോട് എനിക്ക് മത്സരിക്കാനാകത്തില്ല. ഞാനോ എൻ്റെ മകനോ ഒരു കോള് ജാമിദയ്ക്കോ ഈ പറയുന്ന ജസ്നയ്ക്കോ ഒരു കോള് പോയിട്ടുണ്ടെങ്കിൽ ശരി. അതേപോലെ ഫിജോയ്ക്കും നോ, ഞങ്ങൾ ആരെയും വിളിക്കാറില്ല. എത്രയോ നാളെ 4 വർഷത്തോളം ഇവരാരുമായി സഹകരണമില്ല. ജസ്നയായിട്ട് പിന്നെ സഹകരിച്ചിട്ടേ ഇല്ല. ജാമിദ പിന്നെ മുൻപ് വിളിച്ചിട്ടുള്ളപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും. ഫിജോയും അത് തന്നെ 4 വർഷം മുമ്പുള്ള കഥയാണ്. അല്ലാതെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരെണ്ണം തെളിയിക്കാൻ അവരെ കൊണ്ടാകത്തില്ല, സംസാരിച്ചിട്ടില്ല. ഞാൻ പോയത് മഹല്ല് കമ്മിറ്റികളാണ്. കാരണം ഇസ്ലാം മതത്തിനെയാണ് അവഹേളിക്കുന്നത്. മതത്തിനെ അവഹേളിക്കുമ്പോൾ മതവാദികളായ മതത്തിൻ്റെ പണ്ഡിതന്മാരുമായിട്ട് എനിക്ക് ചർച്ചയ്ക്കുള്ളൂ. എൻ്റെ രീതി വേറെ, ഞാൻ ചിന്തിക്കുന്ന പാത്ത് വേറെയാണ്. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ച് പോയത്. ഉടനെ ഇത് എന്നെ കാണാൻ വന്നതായി, എന്നെ നോക്കാൻ വന്നതായി. കാറിൽ കൂടെ അതുവഴി ഒരാൾ പോയാൽ പോലും അവൾക്ക് കടിയളവെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ ചെറുക്കനെ ഉടനെ അതിനൊക്കെ കിട്ടുമെന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾ പറഞ്ഞാണ്. ഒരു അമ്മയല്ലേ ഞാൻ. അമ്മയ്ക്ക് ചില ലിമിറ്റേഷൻസ് ഇല്ലേ, മക്കളുടെ കാര്യമല്ലേ. എൻ്റെ മകന് അവളെ കണ്ടുടനെ എന്തോ ആയി എന്ന് പറഞ്ഞാൽ എൻ്റെ മകനാണത്. അപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കാമെന്ന് ഞാൻ പകരം മോനോട് പറഞ്ഞാൽ ആദ്യം പോലീസ് സ്റ്റേഷൻ പോയി CMP ഇട്ട് കേസ് എടുപ്പിക്കുക, നഷ്ടപരിഹാരം അവൾ വീട്ടിൽ കൊണ്ടുവന്ന് തരേണ്ടി വരും. അതിനകത്ത് തർക്കമേ ഇല്ല. സ്വത്ത് സ്വാധീനം ഇല്ലാത്ത ഫിജോയെ പോലെ അല്ലല്ലോ. അപ്പോൾ ഫിജോയ്ക്കെതിരെ എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? സ്വത്തില്ല, ഒന്നുമില്ല, പിച്ചക്കാരിയാണ്. പിച്ച അടിച്ച് നടക്കുന്നതിൻ്റെ റീസൺ അതാണ്. എല്ലാം മറ്റുള്ളവരുടെ പേരിലാണ്. സ്വന്തം പേരിലുണ്ടെങ്കിലല്ലേ നമുക്ക് കോടതി അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റും. അവിടെ ജയിലിട്ട് എനിക്കെന്ത് കാര്യം? അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാത്തത്. അപ്പോൾ ഈ കേസിൽ അങ്ങനെയല്ല. എൻ്റെ മകനെ പറഞ്ഞതിന്, പ്രത്യേകിച്ച് എൻ്റെ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് അവമാനിച്ചിട്ടുള്ളത്. അതിന് അവൻ്റെ റൈറ്റ്സ് ഉണ്ട്. അവൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ. അവന് ഇവിടുത്തെ നിയമങ്ങൾ, നീതി അവനറിയാം. അത് നേടിയെടുക്കാൻ അവനത് ചെയ്തോളൂ. അപ്പം അതുമായിട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞാൽ അത് കൊണ്ടുവച്ച് കണ്ണിക്കരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് മൗനം പാലിച്ചത്. പക്ഷെ വിഷയം പറഞ്ഞാൽ ഇവൾ ഒളിച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ധൈര്യശാലിയാണ്. എൻ്റെ അരുണേട്ടനെയും വിളിച്ചുകൊണ്ട് ചെല്ലടി, ധൈര്യമായിട്ട് അങ്ങോട്ട് കയറ്. നീ എന്താ ഒളിച്ച് കിടക്കണേ? നിനക്കെന്താ വീടില്ലേ? പിന്നെ ഇവള് വന്ന് മറ്റവള് വന്നിട്ട് വീടൊക്കെ കാണിച്ചു നോക്കൂ. ഈ പാട്ട വീടാണോ ഇത്? ഇവിടെയല്ല, താമരശ്ശേരിയിൽ അവളെ തന്തയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെയ്തു കൊടുക്കണ്ടേ? 13 വയസ്സിൽ സ്വന്തം പിന്നെ അപരാധത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാക്ഷിമൊഴി പറഞ്ഞ തന്തയ്ക്ക് വീട് വെച്ച് കൊടുത്തില്ലെങ്കിലേ അതിശയമുള്ളൂ. അതിൽ ഒരു മനുഷ്യൻ കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ട് അറിയോ? ഒരു പാവപ്പെട്ട വയസ്സായ ഒരു വ്യക്തിക്കെതിരെ ചുമ്മാ ഒരു ആലിഗേഷൻ്റെ പേരിൽ അയാൾ പൈസ കൊടുത്ത് കോംപ്രമൈസ് ചെയ്യുന്ന ലെവലിലേക്ക് അയാളെ തരം താഴ്ത്തി എന്തെല്ലാം ദ്രോഹം അയാളെ ചെയ്യാം. അയാളെ ജീവിതം തന്നെ നശിപ്പിച്ച് കളഞ്ഞ വ്യക്തികളാണ്. അയാൾക്കാണ് വീട് വെച്ച് കൊടുക്കേണ്ടത്, തന്തയ്ക്കല്ല. പക്ഷെ അത്രയും മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ച ഈ വൃത്തികെട്ട സാധനം ഇരുന്നുകൊണ്ട് തെറിത്താത്ത എടി, ആരാണ് തെറി വിളിക്കണമെന്ന് നിന്റെ ചാനൽ നോക്കിയാൽ മാത്രം മതിയല്ല. വായി കീറിപ്പോയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. കീറി അങ്ങ് അറ്റം വരെ എത്തിയത് എത്ര പേര് കുത്തിക്കയറ്റിയിട്ടാണെന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അത് കൺട്രോൾ ഇല്ലാതായിപ്പോയി. ഒരു കൺട്രോളൊക്കെ ഇട്ട് ചെയ്താൽ ഒരു പരിധി വരെ അതിനൊരു ലിമിറ്റേഷനൊക്കെ ഇട്ട് ചെയ്യണം. ഇതിങ്ങനെ കൺട്രോളില്ലാതെ കുത്തിക്കയറ്റി അവസാനം അത് അടുക്കാൻ പറ്റാത്തവർക്ക് കീറിപ്പോയത് അതുകൊണ്ടാണ്. ചെയ്യേണ്ടടുത്ത് ചെയ്യണോടി, വേണ്ടാത്തടത്തൊക്കെ കുത്തിക്കയറ്റിയതാ ഇതുപോലെയൊക്കെ ഉണ്ടാവുള്ളൂ. ഏതായാലും ഹാർട്ട് ഫെൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വയ്യ കേട്ടോ. ഞാൻ ഓർത്തു ഇനി ഇത് മോനിത് പേപ്പർ വർക്ക് ആക്കി എന്തായാലും 9 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് വേണം, കൂടെ കോടതിയൊക്കെ അവധിയാണ്, ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്തായാലും അതിനൊരു സമാധാനമായി. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒളിച്ച് നടക്കുക. നിനക്ക് അവിടെ കയറാൻ പറ്റാത്തൊരവസ്ഥയായില്ലേ? വീട് കീട് ഇതൊക്കെ അന്തസ്സുള്ള പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. തോന്നിവാസം കാണിച്ച് കിടക്കുന്ന അഭിസാരികകൾക്കല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 2 മതവിഭാഗങ്ങൾ തമ്മി തല്ലിപ്പിക്കാൻ നീ കാണിച്ച ഉത്സാഹത്തിന് നെറ്റിയടി തന്നത് ദൈവങ്ങളാണെന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. നീ അന്തസ്സുള്ളവളാണെങ്കിൽ, നീ ഭയങ്കര കാര്യശേഷി ഉള്ളവളാണെങ്കിൽ നീ ധൈര്യമായിട്ട് സ്റ്റേഷനിൽ വാ. കൊയിലാണ്ടി സ്റ്റേഷനിൽ വാടി. നീ അങ്ങനെയല്ലേ പറയണം? കൊയിലാണ്ടി സ്റ്റേഷനിലോട്ട് വാടി. നീ കൊയിലാണ്ടി സ്റ്റേഷനിലോട്ട് വാടി. എന്ത് ഒളിച്ചു കിടക്കണേ? എന്ത് പേടിയാണോ? കണ്ണൻ സംരക്ഷിക്കത്തില്ലേ? കഞ്ഞാ എന്നെ സംരക്ഷിക്കുന്നില്ല നിന്നെ കണ്ണൻ. നീ അങ്ങോട്ട് വാടി. എന്തേ കൂട്ടുകക്ഷികളാരും ഇല്ലല്ലയോ? അതാണ് ഇവളൊക്കെ പാലം കിടക്കുള്ള നാരായണ, പാലം കിടന്നാ പിന്നെ കോരായണ എന്ന കേസ് കേട്ടാ. എന്നോടും ഉണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു പരിപാടി. വരൂ, നിങ്ങൾ നന്നായി സംസാരിക്കുന്നവരല്ലേ, ഞങ്ങൾക്കൊപ്പം നിൽക്കൂ, നിങ്ങൾക്ക് ആന ഉണ്ടാക്കിത്തരാം, ചേന ഉണ്ടാക്കിത്തരാം, ചമ്മട്ടുണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കാത്തതിൻ്റെ പേരിൽ അവഹേളിച്ച വൃത്തികെട്ട സന്തതിയാണ് കൂടെ ഉള്ളത്.
10,000 രൂപ ഇട്ട് തന്നത് പട്ടിക്ക് ഇട്ട് കൊടുക്കുന്ന നമുക്ക് തിരിച്ചു വിട്ടുകൊടുത്തു. എന്നെ കൊണ്ട് ഒരുപാട് ഉപകരിച്ചിട്ടുമുണ്ട്. നക്കി തിന്നാൻ നല്ലിപ്പില്ലാത്തവളാണ്. ദേ കാണുന്നില്ല, ഇതുപോലെ സ്കൂട്ടർ വിൽക്കാൻ, ബൈക്ക് വിൽക്കാൻ, തേങ്ങ വിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് എരന്ന് നടക്കുന്ന ഒരുത്തിയാണ് ഷെഫീനായ പിച്ചക്കാരി എന്ന് പറയുന്നത്. കേസ് നടത്താൻ കാശില്ലാത്തതിനെ പൈസ വെച്ചാൽ അത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അതെനിക്ക് തർക്കമില്ല. നിന്നെയൊക്കെ എതിരെ കേസ് കൊടുക്കണമെങ്കിൽ പൈസ വേണം. നീയൊക്കെ കാണിച്ചു കൊടുക്കുന്ന കണക്കുള്ള വജൈന പവർ എനിക്കില്ല. ഞാൻ പാവപ്പെട്ടോളാം, കാലിഞ്ഞുണ്ടിയ. അപ്പോൾ എനിക്ക് അങ്ങനെ എന്നെ ആളുകൾ സഹായിച്ചാലേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ GPay കൊടുക്കുന്നത്. അതിനൊരു അന്തസ്സുണ്ട്. നീയൊക്കെ എന്തിനാ? നിനക്ക് കൊച്ചിന് ഫീസ് കൊടുക്കാൻ ഇതില്ല, നിനക്ക് വീട്ടു ചെലവിന് ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇരക്കണം. നീയാണോടി പിച്ചത്തരത്തിൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറയണേ? 2-3 പിച്ചക്കാരികൾ. വേറൊരുത്തി അങ്ങനെ തന്നെ കൊച്ചു വീണ് കാലൊടിഞ്ഞ് പറഞ്ഞ് ആ ഫോട്ടോ എടുത്തിട്ടിട്ട് കൊച്ചിന് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് പൈസ പിരിക്കുന്ന ഒരുത്തിയാണ് മറ്റത് ബോട്ടമ്മായി. നാട് നീളം നടന്ന് തെണ്ടി തിന്നുന്ന ഒരുത്തിയാണ് ഷെഫീനയ്ക്ക് മാർക്ക് ഇടുന്നത്, ഷെഫീനയ്ക്ക് വിലയിടുന്നത്. ഇവളും അങ്ങനെ തന്നെ. കഞ്ഞൻ്റെ പോറ്റ വെച്ചാൽ കിറപ്പുണ്ടാവും കഞ്ഞാ. എന്നിട്ട് എവിടെ ഇപ്പോൾ വേണ്ടേ ഒളിച്ചു കിടക്കണ എന്തിന്? ധൈര്യമായിട്ട് നേരിടടി. അവധിയാണല്ലേ, നാളെ അവധി ദിവസം, വിഷുവിൻ്റെ അവധി ദിവസം, കോടതി അവധി, റിമാൻഡിൽ പോവും. വയ്യ. ശരിയാണോളെ, മുൻകൂർ ജാമ്യം വേണ്ടി ഇച്ചിരി കൂടെ വർക്ക് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടെ കീറും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിട്ട് നീ വാ തണ്ടിക്ക് പറയാനായിട്ട്. അല്ലെങ്കിൽ ഒളിവിലിരുന്ന് ഒളിവിലിരുന്നാൽ എന്ത്? ലൈവ് ഇടുന്നതിനിപ്പോൾ എന്താ? പോലീസ് എന്തായാലും നിന്നെ ഒന്ന് പിടിക്കത്തില്ല. അവർക്കും ഇത്തിരിപ്പൂലം കീറാൻ കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അവരും ഓക്കെ എന്ന് പറഞ്ഞു തരും. നീ അങ്ങനെയാണല്ലോ ഇതുവരെ രക്ഷപ്പെട്ട് നിന്നിട്ടുള്ളത്. പെൺവർഗത്തിനെ അപമാനമാണ്, നിന്റെ മക്കൾക്കെന്ന് മാത്രമല്ല വർഗത്തിനെ അപമാനമാണ് ഈ 3 സ്ത്രീകൾ. വും വേണ്ട, അത്രത്തോളം വൃത്തികെട്ട മെന്റാലിറ്റിയുള്ള 3 കോവർ കഴുതകൾ. അതിനപ്പുറം ഒന്നും പറയാനില്ല. ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി വേറെ ആർക്കെങ്കിലും വരും? ഈ പറയുന്ന ബോട്ട് കുപ്പിയായിരുന്നാലും ഈ കുപ്പിയായിരുന്നാലും ആ കുപ്പിയായിരുന്നാലും 3 എണ്ണം കണക്ക് തന്നെയാണ്. ഇത്രത്തോളം ആളുകളെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. എന്ത് വൃത്തികെട്ട ജന്മങ്ങളാണെന്ന് ആലോചിച്ച് നോക്കിയാൽ, എന്ത് വൃത്തികെട്ട സംഗതികളാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. ഒരു അല്പമെങ്കിലും സ്വാഭിമാന ബോധമുണ്ടെങ്കിൽ ഇമാതിരി പരിപാടി കൊണ്ട് നടക്കും. ജോലി ചെയ്ത് ജീവിക്കണുണ്ട്. എടി കാലിനുണ്ടായ ഒരു സ്ത്രീയെ കളിയാക്കുമ്പോൾ നിനക്കൊക്കെ നല്ല ആരോഗ്യമില്ലേ? തിന്ന് മതിച്ച് പെനത്ത് നടക്കുന്ന നിനക്കൊക്കെ ജോലി ചെയ്ത് ജീവിച്ചൂടെ? നാട്ടുകാരെ ജീവിതവും ഇതും നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന 3-4 കൂറച്ചികൾ. വീട്ടുപേര് കേൾക്കണ്ടേ? കൂറയിൽ. കറക്റ്റാണെടി, എൻ്റെ തന്തയ്ക്ക് നിനക്കും ചേർന്നത്. കൂറയിൽ വീട്ടുപേരുള്ള കൂറയിൽ മജീദിൻ്റെ കൂറമോള്. ഇതാണ് കൂറച്ചി, ഇതാണ് മറുപടി, ഇതാണ് ദൈവമുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? കുറേ കൂറ ജന്മങ്ങൾ, ഒന്നും പറയാനില്ല. ഏതായാലും ധൈര്യമുള്ളവളാണെങ്കിൽ, ചങ്കൂറ്റമുള്ളവളാണെങ്കിൽ, ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്, കണ്ണൻ്റെ മൊത്തരാധികയാണെങ്കിൽ നീ ഇവിടെ ഒന്നില്ല. കൃഷ്ണനെ എതിരെ, അതായത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ കയറിയതിനെതിരെ കേസ് കൊടുത്ത കൃഷ്ണരാജ് വക്കീലാണ്. ആരാ ഇപ്പം കൃഷ്ണരാജ്? കാമിതയുടെ സ്വന്തം ആളാ. എന്നിട്ട് കാമിത തന്നെ നിനക്ക് പണി തന്നു, കാമിത തന്നെ നിനക്ക് വന്ന് പണി തന്നു. അതാണ് കഷ്ടം. 3 ത്രിമൂർത്തികൾ വിചാരിച്ചിട്ട് കേസൊന്നും ഒതുക്കാൻ പറ്റിയില്ല. നിന്ന് കോംപ്രമൈസിന് ശ്രമിക്കടി. എന്തേ? ഓരോ വ്യക്തികൾ ഇതിനെതിരെ പരാതി കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ചില ഇടങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടടുത്ത് കൃത്യമായി നമ്മൾ റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളവർ സ്കോർ ചെയ്ത് പോകുന്നത്. അതിനെതിരെ തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ട് തന്നെ എതിർക്കുകയും ശക്തമായി നിലകൊള്ളുകയും വേണം. നമ്മൾക്ക് വേണ്ടത് സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവുമാണ്. ഈ പറയുന്ന സാധനങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്കെതിരെ മതേതരവാദികൾ മുൻപോട്ട് വരിക തന്നെ വേണം. സ്വസ്ഥമായി ജീവിക്കാനുള്ള നമ്മുടെ അവകാശമാണ് ഇവർ നിഷേധിക്കുന്നത്. അതിനെതിരെ ശക്തമായി നിലകൊള്ളണം. അപ്പം ശരി, കരുനേറ്റിൻ്റെ ഞാൻ തെറ്റാനുള്ള പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. കരുനേറ്റെന്നുള്ള പരിപാടിയും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. കരുനേറ്റ് ഇത് ദുബായിലായിരുന്നെങ്കിൽ നേരത്തെ ഞാൻ വെട്ടിയിട്ടുണ്ടാവും. ഇവിടെ ആയിപ്പോയി. ഇവിടെ എല്ലാം ഡിലേയാണ്. ജസ്റ്റിസ് ഡിലേഡ്, ദാറ്റ് മീൻസ് ഡിനൈഡ് എന്നാണ്. എന്നാലും കുഴപ്പമില്ല, പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു അറസ്റ്റ് വാറണ്ടും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. കിരണായിട്ട് തന്നെ കേട്ടാ. താങ്ക് യു.